തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിന്നിൽ അവിടുത്തെ 2 ലക്ഷത്തിൽ പരം വോട്ടേഴ്സായിട്ടുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി ഗ്രൂപ്പിൻ്റെതാണ് എന്നുള്ളത് തർക്കമില്ലാത്തൊരു വിഷയമാണ്. നമുക്ക് അറിയാൻ ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ UDF ഇത്തവണ അസംബ്ലിയിൽ അങ്ങനെ ഒരു സ്ഥാനവും തൃശ്ശൂരിൽ നിന്ന് ഇല്ലെങ്കിലും ഇത്തവണ പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള വിരോധം കാരണം, ആൻറ്റി ഇൻകംബൻസി കാരണം അത് UDF കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഇവിടെ സുരേഷ് ഗോപി അത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതാണ്ടൊരു 80,000 വോട്ടോളം ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നതിൽ നല്ലൊരു പങ്കും ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ വോട്ടാണ് എന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാം. അത് പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UDF അതിനെ ടാക്സ് ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞ് ശ്രീ കെ മുരളീധരൻ അങ്ങനെ ഒരു പരാതിയും അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം അവിടെ നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. കേരളത്തിൻ്റെ ഐക്കോണിക് ഇവൻ്റായിട്ടുള്ള തൃശ്ശൂർ പൂരം കലക്കാൻ സാധാരണ രീതിയിൽ ഒരു സർക്കാരും ശ്രമിക്കില്ല. ഇവിടെ ഇപ്പോൾ നടന്നത് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ അവിടുത്തെ സ്ഥലത്തെ SP അവിടെ ഇടഞ്ഞു. അവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വർണ്ണാഭമായ പ്രകടനങ്ങളൊന്നും തന്നെ ആളുകളെ കാണാൻ എത്താൻ കഴിയാത്ത രീതിയിൽ അവിടെ എല്ലാം വേലി കെട്ടി മറച്ചു പോലീസിനെ കൊണ്ട് സന്നാഹത്ത് ഇറക്കി ആളുകളെ വിരോധമുണ്ടാക്കി പിണറായി വിജയൻ ആ വോട്ടെല്ലാം തന്നെ ഹിന്ദുക്കളുടെ വോട്ടാക്കി മാറ്റുകയും ഹിന്ദുക്കളുടെ വോട്ടിനെ സമാഹരിക്കുന്നതിനൊപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി സുരേഷ് ഗോപിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉണ്ടായതല്ല, അത് ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. രാഷ്ട്രീയ കേരളത്തിൽ അത് ആ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തുള്ള UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നു. താലത്തിൽ വെച്ച് സുരേഷ് ഗോപിക്ക് BJPക്ക് ഒരു പാർലമെൻറ്റ് മണ്ഡലം എഴുതി കൊടുത്തത് ശ്രീ പിണറായി വിജയനാണ് എന്ന് UDFകാർ പറയുന്നു. കേരളത്തിലെ പൊതുസമൂഹവും ആ രീതിയിൽ വിലയിരുത്തുന്നു. കാരണം ഒരിക്കൽ പോലും അവിടെ ഒരു പ്രക്ഷോഭവും ഒരു പ്രശ്നങ്ങളും സാധാരണ രീതിയിൽ ഉണ്ടാകാറില്ല. ആന ഇടയുവോ, വൈൽഡ് അനിമൽ എന്നുള്ള നിലയ്ക്ക് ആന ഇടയുവോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അതല്ല ചെയ്തത്. ഒരു SP ഉപയോഗിച്ച്, SP എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ആഭ്യന്തര വകുപ്പ് കൃത്യമായും ശ്രീ പിണറായി വിജയനാണ് നടത്തുന്നത്. പിണറായി വിജയൻ്റെ വകുപ്പിലൊന്നും ആർക്കും സ്വന്തം വകുപ്പുകൾ പോലും മറ്റു മന്ത്രിമാർക്ക് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും മറ്റൊരു സഹമന്ത്രി, മറ്റൊരു ഘടകകക്ഷി മന്ത്രിക്കോ മറ്റ് CPMൻ്റെ മന്ത്രിമാർക്കോ ഇടപെടാൻ പറ്റുന്നൊരു വകുപ്പല്ല ആഭ്യന്തര വകുപ്പ്. ആ വകുപ്പിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു SP ഇടഞ്ഞു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കൂടുതൽ ഭൂരിപക്ഷം നൽകുവാൻ കാരണമായത്.